ഇന്നൊരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഹൈപ്പൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് ജൂൺ 1, എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകുന്ന ദിവസം. എല്ലാ കുഞ്ഞുങ്ങൾക്കും ആശംസകൾ. മല്ലപ്പള്ളിയിലുള്ള അക്ഷയ മോള് നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടിയാണ്. അക്ഷയ മോള് നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, അമ്മയെ എൻ്റെ മോൻ ശങ്കരൻ ഇന്ന് സ്കൂളിൽ ആദ്യമായിട്ട് പോകുകയാണ്, ഒന്ന് വിഷ് ചെയ്യണമെന്ന്. അപ്പോൾ ശങ്കരൻ മോന് ആശംസകൾ കേട്ടോ. എല്ലാ കുഞ്ഞുങ്ങൾക്കും ആശംസ ഉണ്ട്. അപ്പോൾ അക്ഷയ മോള് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. ഇന്നലെ എൻ്റെ അനിയത്തി മക്കളും വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് പത്തനംതിട്ടയിൽ നിന്ന് അങ്ങോട്ട് പോകണം. വള്ളിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ വലിയൊരു കൺവെൻഷൻ സെൻറ്റർ ഉണ്ട്. അവിടെ ഒരു കല്യാണമുണ്ട്, ഡോക്ടറിൻ്റെ കല്യാണമാണ്. അപ്പോൾ അവരെ ക്ഷണിച്ചിട്ട് വന്നതാണ്. അവർക്ക് അറിയത്തില്ല, പത്തനംതിട്ട വരെ എങ്ങനെയെങ്കിലുമൊക്കെ പോകും, പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് ബസ്സൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞങ്ങളും കൂടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് തേജു കോഴഞ്ചേരിയിൽ നിന്ന് തന്നെ കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് 4 കഷ്ണങ്ങളാക്കി ഞങ്ങൾക്ക് തന്നു. അങ്ങനെ നമ്മൾ വള്ളിക്കോട് എന്ന് പറഞ്ഞ ആ കൺവെൻഷൻ സെൻറ്ററിൽ ഹാളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ ആക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക. എന്ന് വെച്ചാൽ തിരിച്ച് അവരെ കൊണ്ടുപോകണമല്ലോ. തിരിച്ച് ഇങ്ങോട്ട് വണ്ടിയൊന്നും ഇല്ല. വണ്ടി കാണുമായിരിക്കും, നമുക്ക് കറക്റ്റ് സമയമൊന്നും ഏത് സമയത്താണ് വണ്ടി ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയത്തില്ല. ആരെ വിളിച്ച് ചോദിക്കാനും ഇല്ല. അതുകൊണ്ട് അവരെ ആക്കിയിട്ട് ഞങ്ങൾ നേരെ മലയാലപ്പുഴ അമ്പലത്തിൽ പോയി. നമുക്ക് ദേവിയെ കണ്ടിട്ട് കുറേ ദിവസമായി. അങ്ങനെ ദേവി പറഞ്ഞ് ഇന്ന് എന്നെ വന്ന് തൊഴണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നേരെ മലയാലപ്പുഴ ബസ് സ്റ്റാൻഡ്, ഇതേണ്ട പുതിയ ബസ് സ്റ്റാൻഡാണ്. അങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ വന്നു, അവിടെ പാർക്ക് ചെയ്തിട്ട് ഇതേണ്ട അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് ആരും ഇല്ലായിരുന്നേ, കുറച്ചാളേ ഉള്ളായിരുന്നു. നല്ലതുപോലെ പോയി തൊഴുത്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ബിഗ് ഫാൻ എന്ന് പറഞ്ഞ് തേജും നമ്മളെ കളിയാക്കിയത്. ഞാൻ ഇന്നലെ വീഡിയോയ്ക്കകത്തിട്ടില്ലേ. അവൻ ആദ്യമേ എന്നെ വന്ന് കളിയാക്കിയെങ്കിലും പിന്നെ ഞങ്ങൾ രണ്ടാമതൊന്നുകൂടെ അങ്ങ് പറഞ്ഞ് എടുത്തതാണ് കേട്ടോ. നല്ല രസമാണ്. ആ അമ്പലത്തിൽ മുമ്പിൽ തന്നെ ഒരു കിണറുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഒരു ദേവിയുടെ അടുത്ത് പോകുമ്പോൾ, നമ്മുടെ അമ്മയുടെ അടുത്ത്, സ്വന്തം അമ്മയുടെ അടുത്ത് പോകുമ്പോൾ ഉള്ളൊരു ആ വാത്സല്യവും ആ സ്നേഹവും ഒക്കെ ഉണ്ട്. കണ്ണങ്ങ് നിറഞ്ഞു പോകും കേട്ടോ ദേവിയെ കാണുമ്പം. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ദേണ്ട അങ്ങോട്ട് പോകും. പിന്നെ അനിയത്തെ വിളിക്കാൻ അങ്ങോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് വടക്കടയെന്നും പറഞ്ഞു. അയ്യോ വലിയ കടയാണ്, നല്ല രസമാണ്. അതേണ്ട അതിൻ്റെ പേരാണെന്ന് തോന്നുന്നു, 6 എന്ന് കടയുടെ പേരാണോ എന്താ എനിക്കറിയത്തില്ല. പരിപ്പ് വട, ഉഴുന്ന് വട, പിന്നെ സുഗിയൻ, മുളക് ബജി, പിന്നെ എന്താണ്ടൊക്കെ കട്ട്ലറ്റൊക്കെ ഉണ്ട്. അതൊക്കെ നോണാന്ന് തോന്നുന്നു. പിന്നെ അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചില്ല. ബോണ്ടയുണ്ട്. പിന്നെ ഞാനൊരു മുളക് ബജി വാങ്ങിച്ചു, പരിപ്പ് വട വാങ്ങിച്ചു. നമ്മുടെ പാറു ആണെങ്കിൽ ഉള്ളിവടയും വാങ്ങിച്ചു, ഒരു മുളക് ബജിയും വാങ്ങിച്ചു. നമ്മുടെ തേജു ആണെങ്കിൽ 2 മുളക് ബജിയും പിന്നെ പരിപ്പ് വട, പിന്നെ അവനൊരു ലാസ്റ്റ് സുഖിയനും എടുത്തു, പിന്നെ ഒരു ഉള്ളിവടയും എടുത്തു കേട്ടോ. എന്ന് വെച്ചാൽ രാവിലെ 2 അപ്പം അങ്ങോട്ട് കഴിച്ചതേ ഉള്ളൂ. പിന്നെ നമ്മളങ്ങോട്ട് ഇറങ്ങിയില്ലേ, അതിൻ്റെ ഇടയ്ക്ക് ഒന്നും കഴിച്ചില്ല. ഇന്ന് ചോറൊന്നും വെച്ചിട്ടില്ല ഞാൻ. ഇന്ന് ചോറുണ്ണാതെ ഒരു ദിവസം എങ്ങനെ കഴിയാമെന്ന് ഞങ്ങൾ ഓർക്കുവാണ് കേട്ടോ. പിന്നെ അവിടെ തന്നെ ബൂസ്റ്റ് ചായയും പിന്നെ ഹോർലിക്സ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ 3 ചായ പറഞ്ഞു കേട്ടോ, സാധാ ചായയാണ്. പിന്നെ ചൂട് സുഖിയൻ അവിടെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ മലയാലപ്പുഴ കുമ്പഴ റോട്ടിലാണ് ഈ കട കേട്ടോ. എല്ലാത്തിനും 12 രൂപയാണ്, ചായയ്ക്കും 12 രൂപ, കടിക്കും 12. അപ്പോൾ അതും കഴിച്ച് ഒരു കുപ്പി വെള്ളവും വാങ്ങിച്ച് കുടിച്ച് ഞങ്ങൾ അങ്ങോട്ട് ഇനി അനിയത്തെ വിളിക്കാൻ പിന്നെയും വള്ളിക്കോട് ആ കൺവെൻഷൻ സെൻറ്ററിൽ പോകുവാണ്. പിന്നെ ഭയങ്കര സ്ഥലം ഫുള്ള് കഴിക്കും. അപ്പോൾ 1:45 കണ്ടായുള്ളൂ. അപ്പോൾ ഞങ്ങൾ പ്ലാൻ മാറ്റി കോന്നി പോകാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് കാണാൻ പഠിക്കുന്നത് കൊച്ചാണുങ്ങളെ നമുക്ക് കയറ്റിയിടിനകത്ത് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. കുത്തും പിന്നെ എല്ലാവരും കൊച്ചിയിലെല്ലാം ഉണ്ടല്ലോ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. കോന്നിയിലുള്ള ആനക്കൂടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അടുത്ത് തന്നെ അടവി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയും കുട്ടവഞ്ചിയിലൊക്കെ പോകാം, പക്ഷേ നമ്മൾ പോയില്ല. അപ്പോഴാണ് ദേണ്ട ഒരു ഊഞ്ഞാലിന് കണ്ടത്. ഞാൻ ഓടിച്ചെന്ന് കേട്ടോ. ആയ വിടാനോ? ബെസ്റ്റ്. അതിന് പൊക്കമില്ല. ഇങ്ങോട്ട് വന്നാ മതിയടാ. ഞാൻ ഇട്ടാ മതിയാ? വേണ്ട, താഴെ വീടുണ്ടാവും. അതെങ്ങനെയാണോ താഴെ പോകുന്നത്? പിടിച്ചിരിക്കുവല്ലേ നീ.
എന്റെ ഫോൺ പോവല്ലോ. കണ്ട എടാ ആയോ മുട്ട ഇടണ ഓടടാ ഇങ്ങനെ പിടിച്ചോണ്ട് വന്ന് ഓടും. ഞാൻ പണ്ടെന്ന് അറിയാം വലിയ കാലൊന്നും മുട്ടല്ലേ. അടിപൊളി തേജുവിനൊക്കെ ഇത് കണ്ടപ്പോൾ ഭയങ്കര അതിശയം കേട്ടോ, ഇത്രയും വലിയ ഊഞ്ഞാലും ആടുമെന്ന്. പിന്നെ ഞങ്ങൾ കുഞ്ഞുനാളെ തൊട്ട് ഇതിനേക്കാളും വലിയ ഊഞ്ഞാലാണ് ഞങ്ങളൊക്കെ ആടുന്നത് കേട്ടോ. ആ ഓർമ്മകളൊക്കെ ഞങ്ങൾ പറയും. തേജു അതിനു മുമ്പ് പറഞ്ഞു വേണ്ടമ്മ ആദ്യമേ ഇനിയിപ്പോൾ പണ്ടത്തെ കഥകളൊക്കെ അമ്മ പറയുമെന്നും പറഞ്ഞ് എന്നെ കളിയാക്കി. വിസ്മയുടെ കാലിൽ നിന്ന് ഇങ്ങനെ ആടിയപ്പോഴത്തേക്കുണ്ടല്ലോ ചെരുപ്പ് ഊരി അങ്ങോട്ട് വീണ്. അതിന് ഞങ്ങളെല്ലാവരും കൂടെ കളിയാക്കി ചിരിച്ചാണ് കേട്ടോ. പുറകെ എല്ലാവരും ആടിയ. പിന്നെ ലാസ്റ്റ് വന്നത് നമ്മുടെ പാറുവാണ്. പാറുവിന് ഭയങ്കര പേടിയായിരുന്നേ. മുറുക്കെ പിടിച്ചാൽ മതി കയ്യ്. ഒന്നും പേടിക്കണ്ട. ഇനി വേണ്ടേ? ഇനി വേണ്ട. കൈ മുറുക്കെ പിടിച്ചാൽ മതി അടി. കാലുകുത്തല്ല അങ്ങനെ അങ്ങ് അടിക്കോളൂ. അങ്ങനെ പാറുവിനെയും പിടിച്ച് നമ്മൾ ഊഞ്ഞാലൊക്കെ ആട്ടി എല്ലാവരും ആടിയതിന് ശേഷം വേണ്ട ഇനി ആനയുടെ മ്യൂസിയം ഉണ്ട് കേട്ടോ. ആന കുറേ തടിയുടെ ആനയൊക്കെ അതുകൊണ്ട് ഈ ആന മാത്രം എന്താ ഞാൻ ആലോചിക്കുകയാണ്, തല തിരിഞ്ഞ് കിടക്കുന്നത്. എല്ലാ ആനയും നേരെയാണല്ലോ. അതും കുറേ ആ വയറിൻ്റെ അടുക്ക് എന്തോ വടി പോലത്തെ സാധനമൊക്കെ ഉണ്ട്. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. തല തിരിഞ്ഞ ആന, അനുസരണയില്ലാത്ത ആനയായിരിക്കും ചിലപ്പം. വേണ്ട ആനയുടെ 2 ആനയുടെ പുറത്ത് ഒരു ഇങ്ങനെ ടേബിളില്ലേ അതേപോലെയൊക്കെ ഉണ്ട്. പിന്നെ വേണ്ട വെറുതെ കളയുന്ന തടിയൊക്കെ ഇങ്ങനെ ഇത്രയും നല്ല മനോഹരമായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ 4 ആനയുള്ളായിരുന്നു കേട്ടോ ആനയെ കാണാൻ വന്നേ. എനിക്ക് തോന്നുന്നു പേര് പ്രിയദർശിനി, ഇവ, കൃഷ്ണ, പിന്നെ ഒരു ആനയുടെ പേര് ഞാൻ മറന്നുപോയേ. ഇത് കൃഷ്ണയാണ് കേട്ടോ. 13 വയസ്സുള്ള ഈ ആനയ്ക്ക് മതപ്പാട് ഇളകിയതാണ്, അതുകൊണ്ട് മാറ്റി കെട്ടിയിരിക്കുക കേട്ടോ. പക്ഷേ നല്ല രസമുണ്ട്. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഓരോ പോസിനൊക്കെ ഇങ്ങനെ തുമ്പിക്കൈയൊക്കെ വെച്ച് ഇങ്ങനെ കാണിച്ചു തരും കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കാണാൻ. ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഈ ആനയെ തന്നെ നോക്കിയിരുന്നു. ഈ കാട്ടിൽ പുലിയും സിംഹമൊക്കെ ഉണ്ട്, പക്ഷേ സ്റ്റിക്കറായിട്ടുള്ളത് നമുക്ക് പേടിക്കേണ്ട. നമ്മളെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ മതി. 2 പോത്തുകൾ ഒന്നിച്ച് വിസ്മയം നോക്കിയേ. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് വരുവാണ്. അന്നേരം ഓമല്ലൂർ അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിൽ കൂടെ കോഴഞ്ചേരിയിലോട്ട് പോകുന്ന വഴിക്ക് ദേണ്ട ഈ ചേച്ചിയുടെ ഒരു തട്ടുകടയുണ്ട്. തട്ടുകടയെന്ന് വെച്ചാൽ ബജ്ജിക്കട. ബജ്ജിയും മുളകും പിന്നെ പരിപ്പുവട, ഉഴുന്നുവട ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിർത്താൻ കാരണം ഒരു പ്രാവശ്യം തേജു PSC ടെസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചായ കുടിക്കാൻ വന്നതുകൊണ്ട് യാദൃച്ഛികമായിട്ട് ഈ ചേച്ചിയെ കണ്ടാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞ് സബ്സ്ക്രൈബറാണ്, അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കുറേ ദിവസം കൊണ്ട് കാണണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. തേജുമോനെ എന്ന് പറഞ്ഞാണ് വിളിച്ച് സംസാരിച്ചത് കേട്ടോ. അതുകൊണ്ട് ഈ പ്രാവശ്യം പത്തനംതിട്ടയിൽ പോകുമ്പോൾ ഇവിടെ നിർത്തണമെന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഒരു പാവം ചേച്ചിയാണ്. ചേച്ചിക്ക് ഇപ്പോൾ ഒരു 4 മണിയാകുമ്പോൾ കുറേ ഓർഡർ ഉണ്ട്, അതുകൊണ്ട് ധൃതിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം കഴിച്ച് നല്ല ഉള്ളിവട, നല്ല സൂപ്പർ ഉള്ളിവടയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിൽ വന്നു. അപ്പോൾ തന്നെ അവർ ഡ്രസ്സ് മാറി ചുരിദാറൊക്കെ ഇട്ട് അങ്ങോട്ട് പോകുകയാണ്. എന്ന് വെച്ചാൽ പത്തനംതിട്ടയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് എപ്പോഴും ബസ്സൊന്നും കിട്ടത്തില്ല കേട്ടോ, ഒത്തിരി രാത്രിയാവും. അതുകൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങി. ഇപ്പം മണി 4:30 അങ്ങോട്ടായി. ചായയൊന്നും വെക്കണ്ടല്ലോ, ചായയൊക്കെ നമ്മൾ കുടിച്ചല്ലോ, അതുകൊണ്ട് വേണ്ട. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അനിയത്തിയും എല്ലാവരും വന്നതുകൊണ്ട് കോന്നിയിലും മലയാലപ്പുഴ അമ്പലത്തിലൊക്കെ പോകാൻ പറ്റി. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. ടാറ്റാ.